സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നന്ദു ത്യാഗരാജനെ വീട്ടിൽ കയറിയ തല്ലു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വേഗം തന്നെ പ്രഭാവതി വന്നിട്ട് നന്ദനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് എന്താ നന്ദ നീ ഇങ്ങനെ അവരോട് പെരുമാറിനെ, അവർ വീട്ടിലോട്ട് വന്നപ്പം ഇങ്ങനെയൊക്കെ പെരുമാറി, അത് മോശമല്ലേ, അതിൻ്റെ നാണക്കേട് അച്ഛനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദൻ പറയുന്നുണ്ട് അയാൾ ഇതിനു മുമ്പ് നമ്മുടെ വീട്ടിലോട്ട് വന്നത് നമ്മളുടെ വീട്ടിൽ ബോംബ് വെച്ച് നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ, അതൊക്കെ അമ്മ മറന്നുപോയോ, അച്ഛനും അമ്മയും ഇപ്പോൾ ശരിക്കും രാഷ്ട്രീയക്കാരായേക്കുവാണോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ അയാളെ വീട്ടിൽ കയറാൻ അനുവദിക്കുന്നത്, എന്തായാലും ഞാൻ ഇതിനൊരിക്കലും കൂട്ടു നിൽക്കില്ല. പക്ഷെ പ്രഭാവതി ഓരോന്നൊക്കെ പറഞ്ഞ് നന്ദനെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നുണ്ട്. പിന്നീട് ത്യാഗരാജനോടൊക്കെ കയറിയിരിക്കാൻ പറഞ്ഞിട്ട് ത്യാഗരാജനൊക്കെ കുടിക്കാനുള്ള വെള്ളവും സാധനങ്ങളൊക്കെ നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പിന്നീട് പാർട്ടിക്കാരെല്ലാവരും സിദ്ധാർത്ഥനുമായിട്ട് ഇലക്ഷൻ പ്രചരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമ്മളുടെ ത്യാഗരാജൻ്റെ കൂടെ വന്ന ആളുകളെല്ലാം തിരിച്ചു പോകുന്നുണ്ട്. അന്നേരം ത്യാഗരാജൻ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ പോയിക്കോ, ഞാൻ സിദ്ധാർത്ഥൻ സാറായിട്ട് കുറച്ച് സമയം സംസാരിച്ചിട്ട് വന്നോളാന്ന്. അങ്ങനെ സിദ്ധാർത്ഥനോട് ത്യാഗരാജൻ പറയുന്നുണ്ട് സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, സാറിന് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്, ഞാനും കൂടെ വന്ന സമയത്ത് സാറിൻ്റെ മകൻ എല്ലാവരുടെയും മുന്നിലിട്ട് എന്നെ നാണം കെടുത്തി, അതെനിക്കൊരു ഭയങ്കര വിഷമമായി പോയി എന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ത്യാഗരാജൻ ഞങ്ങളോട് ചെയ്ത ദ്രോഹമൊന്നും നന്ദന് മറക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അന്ന് തന്നെ ആ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ത്യാഗരാജൻ ബോംബ് പൊട്ടിക്കാനായിട്ട് വന്നില്ലേ, അത് ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരേ പാർട്ടിയിലല്ലേ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് തന്നെ പഴയ വഴക്കും വൈരാഗ്യമൊക്കെ മനസ്സിൽ വയ്ക്കാവോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അതിന് നന്ദൻ പാർട്ടിയിലില്ലല്ലോ, ഞാൻ മാത്രമല്ലേ പാർട്ടിയിലുള്ളൂ എന്ന് പറയുമ്പം ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ നന്ദൻ്റെ ഭാര്യയല്ലേ ഇലക്ഷനിൽ മത്സരിക്കാൻ പോണേ, ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നത് ദേവികയ്ക്ക് വേണ്ടിയല്ലേ, അപ്പോൾ ദേവിക വിജയിച്ചാൽ അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് നന്ദനും സാറിനും കൂടെ കൂടിയല്ലേ, അല്ലാതെ ഞങ്ങൾക്കല്ലല്ലോ, അതുകൊണ്ട് നന്ദനോട് ഇനിയെങ്കിലും എന്നോട് മാന്യമായി പെരുമാറാൻ പറയണമെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അത് ഞാൻ നോക്കിക്കോളാം, ഇനി ഒരിക്കലും നന്ദൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ത്യാഗരാജൻ പോയതിന് ശേഷം സിദ്ധാർത്ഥൻ അകത്തേക്ക് വന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് പ്രഭ ഈ നന്ദു എന്താ ഇങ്ങനെയൊക്കെ പെരുമാറണേ, പ്രഭ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം അത് ഞാൻ അകത്തായിരുന്നു സിദ്ധു, സൗണ്ട് കേട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പം ഇവൻ അവരോട് മോശമായി പെരുമാറുന്നതാണ് കണ്ടേ, ഞാൻ പെട്ടെന്ന് തന്നെ നന്ദനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു, പിന്നീട് ഞാൻ ഒരുപാട് പാടുപെട്ടിട്ട് അവനെ നിയന്ത്രിച്ച് റൂമിലോട്ട് പറഞ്ഞു വിട്ടെ, എന്തായാലും ആ ത്യാഗരാജനെ സിദ്ധു അത്ര കണ്ടൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട, അവൻ ചതിയനാന്നുള്ളത് പല പ്രാവശ്യം നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ത്യാഗരാജനെ ഒരകലത്തിലേ നമ്മൾ നിർത്താവുള്ളൂ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അതിന് അവനെ ആര് വിശ്വസിച്ചു എന്നാണ് പ്രഭ പറയണേ, അവനിപ്പോൾ ദേവികയുടെ പേര് പറഞ്ഞതിൻ്റെ പിന്നിലും എന്തോ ഒരു ചതിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം അവനക്ക് നമ്മളോടുള്ള ശത്രുതയൊന്നും മാറിയിട്ടില്ല, അവൻ തക്കം നോക്കിയിരിക്കുന്നതാണെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അത് സിദ്ധു പറഞ്ഞത് കറക്റ്റാണ്, അവൻ എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ വെച്ചുകൊണ്ടാണ് ദേവികയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞത് തന്നെ, ഇനിയിപ്പോൾ ഈ നന്ദനും ദേവികയും തമ്മിലുണ്ടായ പ്രശ്നത്തിന് പിന്നിലും അവനാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയണു. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അതൊന്നും ത്യാഗരാജനായിരിക്കില്ല, അത് വേറെ ആരെങ്കിലും ആയിരിക്കും, ത്യാഗരാജനും ആ അരുന്ധതി മേഡമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അതും സിദ്ധു പറയണത് ശരിയാ, പിന്നെ ആരായിരിക്കുമോ ദേവികയും ആ ഋഷിയും തമ്മിലുള്ള ഫോട്ടോസൊക്കെ നമ്മളുടെ നന്ദൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തത്, അതിപ്പോൾ ആരാണെങ്കിലും അതിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആ അരുന്ധതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അവരിന്ന് തിരക്കിലായതുകൊണ്ട് നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും അവർക്ക് തിരക്കില്ലാത്ത സമയത്ത് അവർ നമ്മളുടെ വീട്ടിലോട്ട് വരാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും അവർ വരാതിരിക്കില്ല, വന്നു കഴിയുമ്പോൾ നമുക്ക് അവരോട് തന്നെ എല്ലാ കാര്യങ്ങളും നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം, എന്നിട്ട് നന്ദനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം, അതോടുകൂടി നന്ദനും ദേവിയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും, പിന്നെ ദേവിമോളെ നന്ദൻ തന്നെ പോയി വിളിച്ചുകൊണ്ട് വന്നോളൂ എന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതിന് ആ അരുന്ധതി വന്നാലും അവരുടെ മകനെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ആ അരുന്ധതി നന്ദനോട് ദേഷ്യപ്പെടില്ലേ എന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അവരുടെ മോനെ നന്ദൻ തല്ലിയതിന് നമുക്ക് അവരോട് ക്ഷമ പറയാം, അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ, അവരുടെ മകൻ സുഖമില്ലാത്ത ഒരു പയ്യനാണെന്നാണ് ദേവി പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അവനെ തല്ലണതിന് മുമ്പ് നന്ദൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണമായിരുന്നു, നന്ദൻ്റെ എടുത്തുചാട്ടമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് സിദ്ധാർത്ഥൻ പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധു എന്താ വീണ്ടും വീണ്ടും നന്ദനെ കുറ്റം പറയുന്നത്, നന്ദൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പ്രതികരിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ദേവിക ഋഷിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത്രയും നാളായി ഋഷിയെക്കുറിച്ചൊരു വാക്ക് പോലും ദേവിക ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അത് ദേവിമോൾക്ക് പറ്റിയൊരു തെറ്റാണ്, അത് ഞാൻ സമ്മതിക്കുന്നു എന്ന് വിചാരിച്ച്
നാട്ടുകാരുടെയൊക്കെ മുന്നിലിട്ട് ഭാര്യയെ മോശക്കാരിയാക്കുന്നത് നല്ലൊരു ഭർത്താവിന് ചേർന്ന പണിയാണെന്ന് പ്രഭയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയുന്നു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അത് സിദ്ധു പറഞ്ഞത് നേരെ. അവനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ദേവിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണതിന് പകരം നാട്ടുകാരുടെയൊക്കെ മുമ്പിലിട്ട് ദേവിയെ നാണം കെടുത്തിയില്ലെന്ന് ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രാധികേനെയും ശാരികേനെയും ദേവികേനെയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ആ മേഡത്തെക്കുറിച്ചാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ആ മേഡം എത്ര നല്ല സ്ത്രീയാണ്. അവരുടെ മോനെ നന്ദൻ ഇത്രയധികം തല്ലിച്ചതച്ചിട്ടും അവർക്ക് നന്ദനോട് ഒരു ദേഷ്യമില്ല. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, നന്ദനോട് അവർ ദേഷ്യം കാണിക്കാത്തത് എന്നെ ഓർത്തിട്ട് മാത്രം. മേഡം എന്നെ സ്വന്തം മകളെ പോലെ കരുതണേ. അല്ലെങ്കിൽ സുഖമില്ലാത്ത ഋഷിയെ നന്ദൻ അത്രയധികം തല്ലിയപ്പം മേഡം വെറുതെ വിടേണ്ടതല്ല. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, എന്നാലും നന്ദേട്ടൻ എന്തിനാ ആ ഋഷിയെ അത്രയധികം ഉപദ്രവിച്ചതെന്ന് ചോദിക്കുമ്പം നന്ദുവിന് സത്യങ്ങളൊന്നും അറിയില്ല. നന്ദു വിചാരിച്ചത് ഋഷി എൻ്റെ കാമുകനാണ്, അതുകൊണ്ടാണ് നന്ദുവിന് ദേഷ്യം വന്നതും നന്ദു ഋഷിയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണ്ടേ ആരെങ്കിലും ഉപദ്രവിക്കാൻ. എന്തായാലും സുഖമില്ലാത്ത പയ്യനായിട്ട് പോലും അവരെ തല്ലിയതിന് ആ മേഡം നന്ദനോട് ക്ഷമിച്ചല്ലോ, അത് എന്നെ വലിയ കാര്യം എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഋഷി ഒരു പാവം പയ്യനാ. അവൻ കുറേ കാലങ്ങളായിട്ട് കട്ടിലിൽ നിന്നും എഴുന്നേക്കാൻ പറ്റാതെ ഒരേ കിടപ്പായിരുന്നു. ഞാൻ ചെന്നതിന് ശേഷം ഋഷിക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായത്. ഇപ്പോഴാണെങ്കിൽ ഋഷി പതിയെ പതിയെ എഴുന്നേറ്റ് നടക്കാനും തുടങ്ങി. മേഡം അതിൻ്റെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഋഷിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ പോയത്. ഞാൻ മേഡത്തോട് പല പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ വരുന്നില്ല എന്ന്. പക്ഷേ മേഡം എന്നെ നിർബന്ധിച്ച് വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ പോയതാണ്. അതിങ്ങനെയൊക്കെ ആവുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ത്യാഗരാജനെയാണ്. ത്യാഗരാജനാണെങ്കിൽ അരുന്ധതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അരുന്ധതി ഫോൺ എടുത്തിട്ട് എന്താ ത്യാഗരാജ എന്ന് ചോദിക്കുമ്പം, ഞാനിന്ന് ആ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പം ആ നന്ദൻ എന്നോട് വളരെ മോശമായി പെരുമാറി. ഇനി എന്തായാലും അവനെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്ന് പറയുന്നു. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, തൽക്കാലം ത്യാഗരാജൻ അവർക്കെതിരെ ഒരു നീക്കവും നടത്തണ്ട. ത്യാഗരാജനോട് നന്ദൻ മോശമായി പെരുമാറിയതിന് കാരണമുണ്ടല്ലോ. അവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ത്യാഗരാജൻ അവരുടെ വീട്ടിൽ ബോംബ് വെക്കാൻ പോയില്ലേ, അങ്ങനെയുള്ള ത്യാഗരാജനെ അവർ വീട്ടിൽ കയറാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട്, എന്നാലും മേഡം ഞാനിപ്പോൾ അതൊക്കെ വിട്ടിട്ട് അവരുമായി കൂട്ടായില്ലേ. ദേവികയെ സ്ഥാനാർത്ഥിയാക്കാൻ ദേവികയുടെ പേര് പറഞ്ഞതുപോലും ഞാനല്ലേ, എന്നിട്ടും അവനക്ക് എന്നോടിങ്ങനെ പെരുമാറാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട്, അതൊന്നും താനിപ്പോൾ കാര്യമാക്കണ്ട. എന്തായാലും ദേവികയുടെ ഇലക്ഷൻ പ്രചാരണം എത്രയും പെട്ടെന്ന് ആരംഭിക്കണം. നമ്മളുടെ അടുത്ത MLA ദേവിക തന്നെയായിരിക്കണം. അത് എനിക്ക് നിർബന്ധമുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട്, എന്നാലും ചന്ദ്രോത്തെന്ന് ഒരാളെ MLA ആക്കേണ്ട കാര്യമുണ്ടോ മേഡം എന്ന് ചോദിക്കുമ്പം കാര്യമുണ്ട്, അതെൻ്റെ ഒരു വാശിയാണ്. എന്തായാലും ദേവിക MLA ആയിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് നമുക്ക് തന്നെയായിരിക്കും. ആ സമയത്ത് ത്യാഗരാജന് ഈ അരുന്ധതിയുടെ സംസാരമൊന്നും ഇഷ്ടപ്പെടണില്ലെങ്കിലും അവരെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ത്യാഗരാജൻ ശരി മേഡം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഏർപ്പാട് ചെയ്യാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനെയാണ്. നന്ദനാണെങ്കിൽ ആകെ ഇങ്ങനെ ദേഷ്യം പൂണ്ടിക്കാണ്. ആ സമയത്ത് പ്രഭാവതി ചെന്നിട്ട് പറയുന്നുണ്ട്, നന്ദ നീ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കണേ? എന്തായാലും ദേവി മത്സരിക്കുമ്പം അതിന് പ്രചരണത്തിനൊക്കെ ആളുകളെ വേണ്ടി വരും. അപ്പോൾ പാർട്ടിക്കാരനെന്നുള്ള നിലയ്ക്ക് നമുക്ക് ത്യാഗരാജനെ മാറ്റി നിർത്താൻ പറ്റില്ല. അതുമാത്രമല്ല ചന്ദ്രോത്തെന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആദ്യം പറഞ്ഞതുപോലും ത്യാഗരാജനാണ്. ആദ്യം എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സിദ്ധാർത്ഥൻ ദേവിനെ നിർത്താമെന്ന് തീരുമാനിച്ചത്. എന്തായാലും ദേവി ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ നമുക്ക് ത്യാഗരാജൻ്റെയും മറ്റുള്ളവരുടെയും സഹായം കൂടിയേ തീരൂ എന്ന് പറയുന്നു. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അവൾ മത്സരത്തിൽ ജയിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. അതുമാത്രമല്ല സ്വഭാവദൂഷ്യമുള്ള ഒരുത്തി ജയിച്ച് MLA ആയിട്ട് എന്ത് പ്രയോജനം നാടിന് കിട്ടാൻ പോണേന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, നീ നിൻ്റെ ഭാഗം മാത്രമല്ലേ പറഞ്ഞോളൂ, ദേവിക ഇതുവരെയും അവളുടെ ഭാഗം പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അവളുടെ ഭാഗത്ത് ഒരു ന്യായവുമില്ല, അതുകൊണ്ട് അവളുടെ ഭാഗമൊന്നും പറയാണ്ട് നിൽക്കണേന്ന്. ഇതേ സമയം നമ്മളുടെ പ്രഭാവതിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് പ്രഭാവതി നന്ദനോട് ചന്ദ്രമതിയെ വിളിക്കണേന്നും പറഞ്ഞുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പം, ഞാനിന്ന് ആ ഋഷിയുടെ അമ്മയെ കണ്ടിരുന്നു പ്രഭ, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ, എല്ലാം നന്ദൻ്റെ വെറും തെറ്റിദ്ധാരണയാണെന്ന് പറയുമ്പം കാര്യം പറ ചന്ദ്രമതി എന്ന് പറയണു. അത് കേട്ടതും ചന്ദ്രമതി പറയുന്നുണ്ട്, ആ പയ്യൻ ഒരസുഖം വന്ന് കിടപ്പിലായിരുന്നു, കോമ സ്റ്റേജിലായിരുന്നു കുറേ കാലങ്ങളായിട്ട്. ഇപ്പോഴാണ് ആ പയ്യന് ചെറിയൊരു മാറ്റമെങ്കിലും വന്നത്. അതും നമ്മളുടെ ദേവിക അവിടെ ജോലിക്ക് ചെന്നതിന് ശേഷം. അതിൻ്റെ ഒരു താല്പര്യം അരുന്ധതി മേഡത്തിന് ദേവികയോടുണ്ട്. അതുകൊണ്ടാണ് ഋഷിയുടെ പിറന്നാളിന് അമ്പലത്തിൽ പോയപ്പം അവർ ദേവികയും കൂടെ കൂട്ടിയത്. അല്ലാതെ ഋഷിയും ദേവികയും തമ്മിൽ അരുതാത്ത ഒരു ബന്ധവുമില്ല. ദേവിക
ഋഷിയെ സ്വന്തം സഹോദരനെ പോലെയാണ് കാണുന്നത്. ചന്ദ്രമതി പറയണതൊക്കെ സത്യമാണ് ചന്ദ്രമതി എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതെല്ലാം സത്യ പ്രഭ ഇത് വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടതും പ്രഭാവതി ആകെ ഷോക്കായി നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.